ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ മലയാളത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. പരീക്ഷയൊക്കെ ഇതാ എത്തിപ്പോയിട്ടുണ്ട് അല്ലേ? പരീക്ഷാ സമയമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പാഠങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ യൂട്യൂബൊക്കെ തിരയുക, സ്കൂളിലെ ക്ലാസ്സുകൾ കൂടാതെ അല്ലേ? അപ്പോൾ ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു പാഠഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. നോക്കൂ, ഈ ഒരു കവിതയിൽ കാണുന്ന ചിത്രം എന്താണ്? ഇവിടെ ആരാണ്? ഒരമ്മയാണ് അല്ലേ? നോക്കിയേ, ഒരമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരെയോ വരാൻ വേണ്ടിയിട്ട് വരുന്നതും നോക്കി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അമ്മമാരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെയും കാത്തിരിക്കുന്നത് പോലെ അല്ലേ? അപ്പോൾ അരികെ അകലെ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമുക്ക് പഠിക്കാൻ. അതില് കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ചെറുശ്ശേരി എഴുതിയതാണ്. തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ടീച്ചർ ചെറുശ്ശേരിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. LSS പരീക്ഷയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ. അത് കൃഷ്ണഗാഥയെക്കുറിച്ചൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് ഈ ഒരു കവിതയെ പറ്റിയാണ്. കാത്തിരിപ്പ് എന്നാണ് കവിതയുടെ പേര് കേട്ടോ. കവിത ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നുള്ളതാണ്. അതിന് മുന്നായിട്ട് 4ാം ക്ലാസ്സിലെ പ്രാണ ബാച്ച് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ബാച്ച് നമ്മുടെ സൈലത്തിലുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എല്ലാവരും ജോയിൻ ചെയ്താത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക. നമ്പർ ഇവിടെയുണ്ട്, 9954000800 എന്ന് പറയുന്ന നമ്പറാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ നമ്പറിൽ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ഏട്ടന്മാരും ഏച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ 5, 6, 7, 8, 9, 10 ക്ലാസ്സിലൊക്കെ നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ബാച്ചുകളുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ പറയാം. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. ഒന്നുമില്ല, കവിത പറയുന്നത് ഇങ്ങനെയാണ്. എൻ മകൻ എന്തു പോൽ വരാഞ്ഞു തോഴി ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ. കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു താറച്ചില്ലല്ലി. കൈകളെ കൊള്ളുവാൻ പാഴ്മാരമേറിട്ടു കാനനം തന്നിലേ വീണാനോ താൻ. ചാലേത്താടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതർന്നില്ലല്ലി. കാനനം തന്നിലേ നൽവാഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങൂഴന്നാനോ താൻ. സഞ്ചരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ വഞ്ചിതനായാനോ ചൊല്ലു തോഴി. പിള്ളരുമായി പീഡിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ ഞാൻ. ചോറെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറുന്നീതുള്ളവും പിന്നെ പിന്നെ. കൃഷ്ണഗാഥ, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വരികളാണ്. എന്താണ് പറയുന്നത്? നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ അമ്മയുടെ പേര് അല്ലേ? വളർത്തമ്മയാണ് യശോദ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ യശോദ അമ്മ തൻ്റെ ഉണ്ണി കാലികളെ മേയ്ക്കാൻ കാട്ടിൽ പോയിട്ടുണ്ട് കൂട്ടുകാരോടൊത്ത്. ഇതുവരെ വന്നില്ലല്ലോ അല്ലേ? കാലികളെ കാണാഞ്ഞ് കാട്ടിൽ നടക്കുമ്പോൾ കാലില് മുള്ളെങ്ങാൻ തറച്ചിട്ടുണ്ടാവോ? അതിന് മുന്നേ പറയുന്നുണ്ട്, ഇന്നലെ ഇന്നേരം വന്നിട്ടുണ്ടായിരുന്നല്ലോ. നമ്മുടെ ഒക്കെ അമ്മമാരെങ്ങനെയാണ്, ഇന്നലെ ഈ സമയത്ത് വന്നിട്ടുണ്ടല്ലോ, ഇന്ന് അവനെ എവിടെ പോയി അല്ലേ? അതുപോലെ പല പല സംശയങ്ങളാണ്, വേവലാതികളാണ് അമ്മയ്ക്ക്. കാലികളെ മേയിച്ചു നടക്കുന്നു, കാലികളെ കാണാഞ്ഞ് കാട്ടിൽ നടക്കുമ്പോൾ കാലിൽ മുള്ളെങ്ങാൻ തറച്ചോ? ഇനി കായ്കൾ, പല പല പഴങ്ങളുള്ള സ്ഥലമാണ് കാട് അല്ലേ? കായ്കൾ പറിക്കാൻ വേണ്ടിയിട്ട് വലിയ പാഴ്മരത്തിൻ്റെ മേലെ കയറിയിട്ട്, പാഴ്മരമേറിയിട്ട് എന്ന് പറഞ്ഞാൽ പാഴ്മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് കാനനം തന്നിലേ വീണാനോ താൻ. കാനനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാടാണ്. കാട്ടിലെങ്ങാൻ വീണോ അല്ലേ? ചാലേത്തടുത്തു തെളിക്കുന്ന നേരത്ത് കാലികൾ കുത്തിക്കുതർന്നില്ലല്ലി അല്ലേ? ഇനിയിപ്പോൾ കാലികളെ തെളിച്ച് നടക്കുന്ന സമയത്ത് കാലികൾ കുത്തിയിട്ടൊന്നും ഇല്ലായിരിക്കല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ പറയൂ, കുത്തിയിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ തോഴിയോട് പറയുകയാണ്. കനനം തന്നിലെ
നല്ല വഴി കാണാഞ്ഞ്. കാനനം എന്ന് പറഞ്ഞാൽ കാടാണ്. അപ്പോൾ കാട്ടിൽ നല്ല വഴി കാണാഞ്ഞിട്ട് എവിടെയെങ്കിലും അല്ലെ ദീനനായി ദുഃഖിതനായി എങ്ങോട്ടോ വഴി മാറി സഞ്ചരിച്ചോ? ഏത് വഴിയിലാണ് പോകേണ്ടത് എന്നറിയാതെ നിൽക്കുന്നുണ്ടാവോ? ഇനി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വലിയ പുലി എന്താണ് തഞ്ചത്തിൽ പിടിച്ചിട്ടുണ്ടാവോ? പുലിയുടെ വഞ്ചനയിൽ പെട്ടിട്ടുണ്ടാവോ? അതായത് പുലി പിടിച്ചിട്ടുണ്ടാവോ? ചൊല്ലൂ തോഴി. തോഴി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരിയോടാണ് ഈ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് അല്ലേ? പിന്നെ പറയാന് പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ. ആ കുഞ്ഞ് പിള്ളേരുമായിട്ട് കൂട്ടുകാരുമായിട്ട് കളിച്ചു നടക്കുന്ന സമയത്ത് അല്ലലായി ദുഃഖിതനായിട്ട് എവിടെയെങ്കിലും വീണ് കിടക്കുന്നുണ്ടാവോ? നോക്കൂ തോഴി, ചോറെല്ലാം ചമഞ്ഞു തുടങ്ങുന്നു. ചോറ് എന്ന് പറഞ്ഞാൽ എന്താ? ചോറ്, ഭക്ഷണം അല്ലേ? ഭക്ഷണം, അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ചോറെല്ലാം നോക്കൂ തണുത്ത് തുടങ്ങി, അത്രയും വൈകി എന്നാണ് അർത്ഥം. നീറുന്നിതുള്ളവും പിന്നെ എൻ്റെ ഉള്ളം, എൻ്റെ മനസ്സും ഇങ്ങനെ നീറുകയാണ് എന്നാണ് പറയുന്നത്. ചോറെല്ലാം ചമഞ്ഞു തുടങ്ങുന്നു, നീറുന്നിതുള്ളവും നീറുന്നിതുള്ളവും പിന്നെ എന്നാണ് പറയുന്നത്. ഒരമ്മ മനസ്സിൻ്റെ വേദനയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ വരികളാണിത്. എന്ത് ചെയ്യുക, പരീക്ഷ സമയത്തായാലും LSS പരീക്ഷയ്ക്കായാലും നമ്മൾ ഇതിലെ ഓരോ അർത്ഥങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? കവിതയെ അറിയുക, അതുപോലെ ചെറുശ്ശേരിയെ അറിയുക, കൃഷ്ണഗാഥയെ അറിയുക, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കവിത ഇഷ്ടമായിട്ടുണ്ടാവും. ഇഷ്ടമായിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ കാണണം. ടീച്ചർ ഇനിയും വീഡിയോസുമായിട്ട് വരാം. അതുവരെയും ബൈ.